കഥയുടെ തുടക്കത്തിൽ തന്നെ ലാറ ക്രോഫ്റ്റ് ജിമ്മിൽ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാൽ ആ പ്രാക്ടീസ് മാച്ചിൽ നന്നായി ഫൈറ്റ് ചെയ്തുവെങ്കിലും അവളുടെ ഓപ്പണന്റ് അവളെ ഇടിച്ച് നോക്ക് ഔട്ട് ആക്കി. ഫൈറ്റ് കഴിഞ്ഞ ശേഷം ഒരു ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ട് ലാറ തന്റെ ഫ്രണ്ടിനോട് പറയും, എനിക്ക് അവളെ ഈസിയായി തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തതാണ്. അപ്പോഴേക്കും ലാറയെ ഫൈറ്റിൽ ഇടിച്ചു തോൽപ്പിച്ച പെണ്ണ് അങ്ങോട്ടേക്ക് വന്ന് മുറിവ് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാൻ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് കളിയാക്കും. തന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ കളിയാക്കപ്പെട്ട ലാറ ഉടനെ തന്നെ ബാഗും എടുത്ത് ജിമ്മിൽ നിന്ന് പോകാനായി ഇറങ്ങുമ്പോഴേക്കും ജിമ്മിന്റെ ഓണർ അങ്ങോട്ടേക്ക് വന്ന് 2 മാസത്തെ ഫീസ് നീ പെൻഡിങ് ആണ്, ഇനി അത് തന്നില്ല എങ്കിൽ ജിമ്മിലേക്ക് വരണ്ട എന്ന് പറയും. ജിമ്മിൽ നിന്ന് ഇറങ്ങിയ ശേഷം ലാറ തന്റെ ഡെലിവറി ജോലിക്കായി പോയി. സൈക്കിളിൽ ഫുഡ് ഡെലിവറി ചെയ്താണ് ലാറ ജീവിക്കുന്നത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ ശേഷം തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തുമ്പോഴാണ് അവർ തമ്മിൽ റാബിറ്റ് മാച്ചിനെ പറ്റി പറയുന്നത് അവൾ കേൾക്കുന്നത്. എന്നാൽ ലാറ റാബിറ്റ് മാച്ച് എന്താണെന്ന് അവരോട് ചോദിക്കും. ഒരാൾ സൈക്കിളിൽ റാബിറ്റിന്റെ വാലും വെച്ച് പോകും, അവരെ പിടിക്കാനായി ബാക്കിയുള്ളവർ പോകും. 30 മിനിറ്റിനുള്ളിൽ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ റാബിറ്റായി പോകുന്ന ആൾക്ക് ബാക്കിയുള്ളവരുടെ ക്യാഷ് എല്ലാം കിട്ടും. എന്നാൽ ക്യാഷിന് ഒരുപാട് ആവശ്യമുണ്ടായിരുന്ന ലാറ ആ മത്സരത്തിൽ പങ്കെടുക്കാനായി റാബിറ്റായി പോകും. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യും. ലാറ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രീറ്റിലൂടെ ഒരാൾ പോകുന്നത് കാണുമ്പോൾ തന്റെ അച്ഛനെ ലാറയ്ക്ക് ഓർമ്മ വരും. എന്നാൽ അയാളെ നോക്കി വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി അവിടെ വരികയും ലാറ അതിൽ ഇടിച്ചു മറിയുകയും ചെയ്യും. അങ്ങനെ ലാറയെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ലാറയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി ലാന എന്നൊരു ലേഡി വന്ന ശേഷം അവളോട് പറയും, നിന്റെ അച്ഛനായ റിച്ചാർഡ് ക്രോഫ്റ്റിന്റെ സ്വത്തുക്കൾ ഇനിയെങ്കിലും ഏറ്റെടുത്തില്ല എങ്കിൽ അതെല്ലാം ഗവൺമെന്റിന് പോകും. എന്നാൽ അതൊന്നും എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളല്ല, അതെന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് എന്ന് ലാറ പറയും. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ ലാറ തന്റെ അച്ഛനെ പറ്റി ഓർക്കും. ലാറയുടെ അച്ഛൻ റിച്ചാർഡ് ക്രോഫ്റ്റ് UK-ലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാണ്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മിത്തുകൾ അന്വേഷിച്ച് പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ എവിടേക്കോ റിച്ചാർഡ് പോകാൻ നേരം ലാറയുടെ അടുത്ത് വന്ന ശേഷം ഒരു ചെയിൻ അവളുടെ കയ്യിൽ കൊടുത്ത് പപ്പയെ മിസ് ചെയ്യാതിരിക്കാൻ ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോകും. ലാറയുടെ അച്ഛൻ റിച്ചാർഡിനെ കാണാതായിട്ട് 7 വർഷമായി. ഇനിയും ലാറ സ്വത്തുക്കൾ ഏറ്റെടുത്തില്ല എങ്കിൽ അത് ഗവൺമെന്റിന് പോകും. അങ്ങനെ ലാറ തന്റെ ഫാദറിന്റെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ഫുഡ് ഡെലിവറി ഗേൾസിനൊന്നും ഇവിടെ എൻട്രൻസ് ഇല്ല എന്ന് പറയും. എന്നാൽ ഞാനിവിടെ ഫുഡ് ഡെലിവറിക്ക് വന്നതല്ല, എന്റെ പേര് ലാറ ക്രോഫ്റ്റ് എന്ന് പറയുമ്പോഴേ അയാൾ പേടിച്ച് സോറി പറയും. അങ്ങനെ സ്വത്തുക്കൾ ഏറ്റെടുക്കാനായി സൈൻ ചെയ്യാനായി ലാറ ഓഫീസിലേക്ക് വരും. അവിടെ അന്നയും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ലാറ അത് ഒപ്പിടാനായി വരുമ്പോഴേക്കും ലീഗൽ അഡ്വൈസർ പെട്ടെന്നൊരു പസിൽ എടുത്ത ശേഷം ലാറയോട് പറയും, നീ ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഈ പസിൽ തരണമെന്ന് നിന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ലീഗൽ അഡ്വൈസർ പറയും. അങ്ങനെ ലാറ ആ പസിൽ വാങ്ങി ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ ലാറയുടെയും അച്ഛന്റെയും ഫോട്ടോയാണ്. കൂടാതെ അതിനകത്തൊരു നോട്ടും ഉണ്ടായിരുന്നു. ലാറ അത് വായിച്ച ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം തന്റെ ഫോർഫാദേഴ്സിന്റെ ബിലോങ്ങിങ്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് തന്റെ അച്ഛന്റെ പേരുള്ള സ്ഥലത്ത് എത്തിയ ശേഷം ആ പസിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ R എന്ന ലെറ്ററിൽ ഞെക്കി. എന്നാൽ അപ്പോഴേക്കും അവിടെ ഒരു ഡോർ ഓപ്പൺ ആയി വന്നു. ലാറ പയ്യെ അങ്ങോട്ടേക്ക് ഇറങ്ങി. അത് കണ്ട് ലാറ അതിശയിച്ചു പോയി. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് റൂമും ലാറയുടെ അച്ഛന്റെ ഫൈൻഡിങ്സും ആയിരുന്നു. അവിടെ ഒരു വീഡിയോ ക്യാമറയിൽ പ്ലേ ഇറ്റ് എന്ന് എഴുതിയിരുന്നു. ലാറ അതെടുത്ത് പ്ലേ ചെയ്തു. അപ്പോഴാണ് ലാറയുടെ അച്ഛന്റെ വീഡിയോ അതിനകത്ത് കാണുന്നത്. നീ ഇത് കാണുമ്പോഴേക്കും അച്ഛൻ മരിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ റൂമിലുള്ള എല്ലാ വസ്തുക്കളും നീ നശിപ്പിച്ചു കളയണം. ഇത് ട്രിനിറ്റി എന്ന സംഘടനയുടെ കയ്യിൽ കിട്ടിയാൽ അവർ ഈ ലോകം തന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറയും. അപ്പോൾ അവിടെ ഹെമിംഗോ എന്ന് പേരെഴുതി വെച്ചിരിക്കുന്ന ബോക്സ് ലാറ കാണും. അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കും. ഏൻഷ്യന്റ് ജപ്പാനെ പിടിച്ചടക്കിയ ക്രൂരയായ ഒരു രാജ്ഞിയായിരുന്നു ഹെമിംഗോ. എന്നാൽ ഈ ഹെമിംഗോയെ അവരുടെ തന്നെ സ്വന്തം മന്ത്രി തടവിലാക്കി ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു ദ്വീപിൽ അടച്ചിട്ടു. എന്നാൽ ആ ദ്വീപിൽ അടച്ചിട്ട ഹെമിംഗോയുടെ ശാപം പുറത്തു വന്നാൽ ലോകം മുഴുവനും നശിക്കും. ഈ ഹെമിംഗോയുടെ മിത്ത് അന്വേഷിച്ചാണ് തന്റെ അച്ഛൻ പോയതെന്ന് ലാറയ്ക്ക് മനസ്സിലാകില്ല. എന്നാൽ ഹോങ്കോങ്ങിലെ ലോറൻ എന്ന് പേരുള്ള ഒരു ബോട്ട് ഡ്രൈവറാണ് തന്റെ അച്ഛൻ ഹെമിംഗോ ഉള്ള ദ്വീപിലേക്ക് 7 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുപോയതെന്ന ഡീറ്റെയിൽസ് അവൾക്ക് അവിടെ നിന്ന് കിട്ടും. കോടീശ്വരിയായിട്ടും തന്റെ അച്ഛന്റെ ചില്ലി കാശെടുക്കാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ലോക്കറ്റ് ലാറ ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത ശേഷം തന്റെ അച്ഛനെ അന്വേഷിച്ച് ഹോങ്കോങ്ങിലേക്ക് പോകും. അങ്ങനെ ഹോങ്കോങ്ങിലെത്തിയ ലാറ ക്രോഫ്റ്റ് തന്റെ അച്ഛനെ ആ ദ്വീപിലേക്ക് കൊണ്ടുപോയ ലോറനെ കണ്ടെത്തും. എന്നാൽ ലോറൻ ഒരുപാട് കുടിച്ച് ബോധം കെട്ട അവസ്ഥയിലായിരുന്നു. അവനെ കൊണ്ടുപോയി വെള്ളമൊഴിച്ച് ബോധമൊക്കെ വന്ന ശേഷം അവൻ പറയും, എന്റെ അച്ഛനാണ് ലോറൻ, പക്ഷെ എന്റെ പേരും ലോറൻ തന്നെയാണ്. എന്റെ അച്ഛനാണ് നിന്റെ അച്ഛൻ റോബർട്ട് ക്രോഫ്റ്റിനെയും ആ ദ്വീപിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അതിനുശേഷം അവർ 2 പേരും മടങ്ങി വന്നിട്ടില്ല, മിക്കവാറും മരിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ പറയും. അതിനുശേഷം തന്റെ അച്ഛന്റെ മാപ്പ് നോക്കി അവർ പോയ ദ്വീപ് ഏതാണെന്ന് ലോറ കണ്ടെത്തും. എന്നാൽ അവിടേക്ക് പോയാൽ തങ്ങളുടെ അച്ഛന്റെ അവസ്ഥയായിരിക്കും നമുക്കും വരാൻ പോകുന്നതെന്ന് ലോറൻ അവളോട് പറയും. എന്നാൽ ലാറയുടെ കയ്യിലിരിക്കുന്ന പണം കാണുമ്പോൾ അവൻ കൂടെ വരാമെന്ന് സമ്മതിക്കും. അങ്ങനെ അവർ 2 പേരും
പേരും ആ ദ്വീപിലേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് തന്റെ അച്ഛന്റെ ഒരു പസിൽ കൂടി ലാറ സോൾവ് ചെയ്യും. ഇതിന്റെ അകത്ത് ലോകത്തെ നശിപ്പിക്കാൻ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവർ ലോകത്തെല്ലായിടത്തുമുണ്ട്. അവരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അവർ ഇത് ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന് ലാറയുടെ അച്ഛൻ അതിൽ എഴുതിയിരുന്നത് അവൾ കാണും. അങ്ങനെ ലാറയ്ക്ക് തന്റെ അച്ഛൻ 7 വർഷങ്ങൾക്ക് മുമ്പ് ഹെമിംഗോ അന്വേഷിച്ച് പോകുന്നതിന് മുന്നായി തന്റെ അടുത്ത് വന്നത് ഓർമ്മയിൽ വരും. റിച്ചാർഡ് ക്രോഫ്റ്റ് ലാറയുടെ അടുത്ത് വന്ന ശേഷം ഞാൻ ഹെമിംഗോ എന്നൊരു കാര്യം അന്വേഷിച്ച് പോകുകയാണ്, ഉടനെ തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ലാറ തന്റെ അച്ഛനെ ജീവനോടെ കണ്ടിട്ടില്ല. അങ്ങനെ രാത്രിയോടടുത്ത് ഏകദേശം ആ ദ്വീപിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ശക്തമായ കാറ്റും കടൽക്ഷോഭത്തിലും ആ കപ്പൽ വെള്ളത്തിലേക്ക് മുങ്ങും. ഇനി കപ്പലിൽ നിന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ലാറ ഉടനെ പോയി തന്റെ ബാഗും എടുത്ത് കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് നീന്തിക്കയറുന്ന ലാറ കാണുന്നത് തന്റെ മുന്നിൽ തോക്കും പിടിച്ച് ഒരുപാട് ആളുകൾ നിൽക്കുന്നതാണ്. അവരിൽ ഒരാൾ ലാറയുടെ തലയ്ക്ക് അടിക്കുകയും അവളുടെ ബോധം പോവുകയും ചെയ്യും. എന്നാൽ തൊട്ടടുത്ത ദിവസം ബോധം വരുമ്പോൾ ലാറയുള്ളത് മാറ്റിയസ് വൊഗൂൾ എന്ന് പേരുള്ള ഒരുത്തന്റെ അടുത്താണ്. ഇവരാരാണെന്ന് പോലും മനസ്സിലാകാത്ത ലാറ അന്വേഷിച്ചത് തന്റെ ബാഗാണ്. അപ്പോഴാണ് തന്റെ ബാഗ് അയാളുടെ കാലിന്റെ അടുത്ത് ഇരിക്കുന്നത് കാണുന്നത്. എന്നാൽ അതിനുശേഷം അയാൾ ലാറയുടെ അടുത്ത് വന്ന് അവൾക്ക് ഫുഡ് കൊടുത്ത ശേഷം എനിക്കും നാട്ടിൽ നിന്നെപ്പോലെ 2 മക്കളുണ്ട്, അവരുടെ അടുത്ത് പോണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള ജോലി തീർത്താൽ മാത്രമേ കഴിയുള്ളൂ എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ലാറ തന്റെ ബാഗ് പോയി ഓടിയെടുക്കും. എന്നാൽ അതിനുള്ളിൽ ലാറയുടെ ബുക്സ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ പറയും, നീ ഈ ബുക്കാണോ അന്വേഷിക്കുന്നത്? നിന്റെ അച്ഛനാണല്ലേ റോബർട്ട് ക്രോഫ്റ്റ്. എന്നാൽ അവനെയും ആ കപ്പൽക്കാരനെയും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊന്നു. എന്നാൽ വർഷങ്ങളായി ആ ഹെമിംഗോ എവിടെയെന്ന് അന്വേഷിച്ച് നടന്ന എനിക്ക് ഇപ്പോൾ നീയായിട്ട് തന്നെ ഈ ബുക്ക് കൊണ്ടു തന്നു, ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവൻ അവളോട് പറഞ്ഞു. എന്നാൽ പുറത്തെന്തോ സ്ഫോടനം നടക്കുന്നത് കണ്ട് ലാറ ക്രോഫ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാടധികം അടിമകളെ വെച്ച് ഹെമിംഗോ എവിടെയെന്ന് സെർച്ച് ചെയ്യുകയാണ് അവന്മാർ. ലാറയെയും അടിമകളുടെ കൂട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം ലാറയുടെയും കൈകൾ കെട്ടും. അപ്പോഴാണ് ലോറനെ അവർ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് അവൾ കാണുന്നത്. അപ്പോഴേക്കും വൊഗൂൾ അങ്ങോട്ടേക്ക് വന്ന് അവരോട് പറയും, എവിടെയാണ് ഹെമിംഗോ ഉള്ളതെന്നുള്ള വഴി എനിക്ക് കിട്ടി, എല്ലാവരും എന്നെ ഫോളോ ചെയ്തു വരാം. അങ്ങനെ അടിമകളോടൊപ്പം ലാറ ക്രോഫ്റ്റിനെയും ലോറനെയും കൊണ്ട് അവർ അവിടേക്ക് പോകും. എന്നാൽ അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ലാറ അവിടെ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. എന്നാൽ ലോറൻ രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോഴേക്കും വൊഗൂൾ അങ്ങോട്ടേക്ക് വന്ന് ലോറനെ ട്രാപ്പ് ചെയ്യും. എന്നാൽ വെള്ളത്തിൽ വീഴുന്ന ലോറ അവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഒഴുകി പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു തകർന്ന ഫ്ലൈറ്റിലേക്ക് ചാടിക്കയറുകയും ചെയ്യും. എന്നാൽ അത് താഴേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപായി അതിലെ പഴയ പാരച്യൂട്ടും എടുത്തുകൊണ്ട് അവൾ താഴേക്ക് ചാടും. എന്നാൽ താഴേക്കെത്തിയ ലാറയുടെ വയറ്റിൽ ഒരു ഇരുമ്പ് കമ്പി കുത്തിക്കേറിയിരുന്നു. എന്നാൽ ഒരുപാട് വേദനയുണ്ടെങ്കിലും അവൾ അത് വലിച്ചൂരിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനായി പുറത്തേക്ക് നടന്നു. എന്നാൽ അവൾ എത്തിപ്പെട്ടത് ഒരു കടലിന്റെ അറ്റത്താണ്. എന്നാൽ അന്ന് രാത്രി മൊഗൂളിന്റെ ആളുകൾ ലാറ എവിടെ നിന്ന് കണ്ടെത്തി ലാറയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അവൾ അയാളുമായി ഫൈറ്റ് ആവുകയും അയാളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരാൾ ദൂരെ മാറിയിരുന്ന ശേഷം മുകളിലേക്ക് ഓടിപ്പോകുന്നത് ലാറ കണ്ടു. ലാറ എത്ര വിളിച്ചിട്ടും അയാൾ നിന്നില്ല. ലാറ അയാളെ പിന്തുടർന്ന് പോയി. എന്നാൽ അയാളെ പിന്തുടർന്ന് മുകളിലേക്ക് കയറി വന്ന ലാറയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് തൻ്റെ അച്ഛനാണ് എന്ന്. എന്നാൽ ലാറ വളരെയധികം സന്തോഷത്തിൽ ഞാൻ നിങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് വിശ്വസിച്ചില്ല. അതൊരു മായയാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ അവസാനം അത് തൻ്റെ മകൾ ലാറയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും റിച്ചാർഡിന്റെ അടുത്തേക്ക് ഓടി വന്ന ലാറ പെട്ടെന്ന് ബോധം കെട്ട് വീണു. അവൾക്ക് ഇഞ്ചറി പറ്റിയെന്ന് മനസ്സിലാക്കിയ റിച്ചാർഡ് ഉടനെ തന്നെ അവളുടെ വൂണ്ടെല്ലാം മരുന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ലാറ റിച്ചാർഡിനോട് പറയും, എന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് നോക്കി ആ ഹെമിംഗോ എവിടെ ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി എന്ന് പറയും. എന്നാൽ അപ്പോൾ റിച്ചാർഡ് പറയും, അവരുടെ കയ്യിൽ ഹെമിംഗോ കിട്ടുമെങ്കിൽ അവർ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുമെന്ന്. റിച്ചാർഡ് ലാറയോട് പോയി രക്ഷപ്പെടാൻ പറയുമെങ്കിലും അച്ഛനെയും കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് ലാറ പറയും. അതിനുശേഷം അവിടെ നിന്ന് നേരെ ലാറ വരുന്നത് മൊഗ്യൂളിന്റെ അടുത്തേക്കാണ്. മൊഗ്യൂളിന്റെ ടെന്റിൽ കയറിയ ലാറ അവിടെ ഒളിച്ചിരുന്നു. അപ്പോഴേക്കും മൊഗ്യൂൾ അങ്ങോട്ടേക്ക് വന്ന് ഹെമിംഗോ എവിടെ ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ വിടാൻ പറയും. അവിടെ നിന്ന് ലാറ നേരെ ലൊറന്റെ അടുത്ത് ചെന്നിട്ട് ഇവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആളുകളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ അപ്പോഴേക്കും മൊഗ്യൂൾ അങ്ങോട്ടേക്ക് വന്ന് അവരെ വെടിവെക്കാൻ തുടങ്ങും. ഈ സമയം കൊണ്ട് ലാറ അയാളുടെ ടെന്റിൽ കയറി ആ സാറ്റലൈറ്റ് ഫോൺ മോഷ്ടിക്കും. അതിനുശേഷമാണ് ലാറ കാണുന്നത് തന്റെ അച്ഛൻ ഹെമിംഗോ ഉള്ള സ്ഥലത്തേക്ക് വന്നു എന്ന്. എന്നാൽ ഇതേ സമയം ലോറന്റെ അടുത്ത് വന്ന് അവിടെ അടിമയായിരുന്ന ഒരാൾ പറയും, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. എന്നാൽ ലാറ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വരികയുള്ളൂ എന്ന് ലോറൻ അയാളോട് പറയും. എന്നാൽ റോബർട്ട് ഹെമിംഗോയുടെ വാതിലിൽ നിൽക്കുന്നത് കണ്ട് മൊഗ്യൂൾ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പറയും, നീ മരിച്ചുപോയി എന്നാണ് ഞാൻ കരുതിയത്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും മൊഗ്യൂളിന്റെ ആൾ പിറകെ വന്ന് റോബർട്ടിനെ അടിച്ചു വീഴ്ത്തും. റോബർട്ടിനോട് ഈ വാതിൽ ഓപ്പണാക്കി തരാൻ മൊഗ്യൂൾ പറയുമെങ്കിലും അയാൾ അതിന് സമ്മതിക്കില്ല. എന്നാൽ അപ്പോഴേക്കും ലോറ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനെ അമ്പ് ചെയ്ത് വീഴ്ത്തും. എന്നാൽ മൊഗ്യൂൾ പറയും, ഇനി നീ ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ അച്ഛനെ ഞാൻ കൊല്ലുമെന്ന്. ഒടുവിൽ തന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലാറയ്ക്ക് അത് ഓപ്പണാക്കി കൊടുക്കേണ്ടി വന്നു. അത് ഭൂമിയുടെ അടിയിലേക്കുള്ള അഗാധമായൊരു ഗർത്തമായിരുന്നു.
ലാറയാണ് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ലാറയുടെ പിന്നാലെ മൊഗ്യൂളും മൊഗ്യൂളിന്റെ ടീമും റോബർട്ടും ഇറങ്ങി. അവിടെ ചുറ്റിനും ഇരുട്ടായിരുന്നു. അവിടെയെല്ലാം അവർ ലൈറ്റ് അടിച്ച് മുന്നോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് അവർ ഒരു ട്രാപ്പിൽ പെട്ടത്. എന്നാൽ മൊഗ്യൂളിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മൂർച്ചയുള്ള ആയുധം അവന്റെ തലയിലേക്ക് വന്ന് വീണ് അവൻ മരിക്കും. എന്നാൽ അവിടെ നിന്നും അവർ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയൊരു കുഴി കാണുന്നത്. അതിനുള്ളിൽ ഒരുപാട് പേരുടെ അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഏണി കൊണ്ടുവന്ന ശേഷം മൊഗ്യൂൾ ലാറയോട് പറയും, നീ ആദ്യം ഇത് പാസ് ചെയ്ത് പോകാൻ. അങ്ങനെ അവർ അതും പാസ് ചെയ്ത് പോകും. ഒടുവിൽ അവർ എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഹെമിംഗോ ഉള്ള സ്ഥലത്തേക്ക് എത്തും. ഹെമിംഗോയെ അടച്ചു വെച്ചിട്ടുള്ള കല്ലറയുടെ അടുത്ത് എത്തുമ്പോഴും റോബർട്ട് പറയും ഇതൊരിക്കലും തുറക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ മൊഗ്യൂളിന്റെ ആൾക്കാർ അത് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ മമ്മിഫൈ ചെയ്ത ഹെമിംഗോയെ കാണും. എന്നാൽ അത് തുറന്ന ഉടനെ തന്നെ ഹെമിംഗോ പെട്ടെന്ന് പൊടിഞ്ഞ് മറ്റൊരു രൂപത്തിലേക്കാകും. അപ്പോഴാണ് ആ ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ലാറയ്ക്ക് മനസ്സിലാവുന്നത് ഹെമിംഗോ ഒരു ദുഷ്ടയായ സ്ത്രീ അല്ലായിരുന്നു. അവർക്ക് ഒരു ഡിസീസ് ആയിരുന്നു. അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ അവർ സ്വന്തമായിയാണ് ഇവിടേക്ക് വന്നത് എന്ന്. ഇത് മനസ്സിലാക്കിയ ലാറ ഹെമിംഗോയെ ടച്ച് ചെയ്യരുത് എന്ന് പറയുമെങ്കിലും അതൊന്നും വകവെക്കാതെ മൊഗ്യൂളിന്റെ ആൾക്കാർ ഹെമിംഗോയെ അവിടെ നിന്ന് എടുക്കാനായി നോക്കും. എന്നാൽ ഹെമിംഗോയെ ടച്ച് ചെയ്ത ഒരുത്തന്റെ കൈ പെട്ടെന്ന് ഹെമിംഗോയുടെ പോലെ തന്നെ ആ ഡിസീസ് ബാധിച്ച് അവൻ സോംബി ആവാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന് അവരെല്ലാവരും പേടിച്ചു. പെട്ടെന്ന് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് അവരെ എല്ലാവരെയും വെടിവെക്കാനായി ഒരുങ്ങി. മൊഗ്യൂളിന്റെ നേരെ വന്ന അവനെ ഉടനെ മൊഗ്യൂൾ വെടിവെച്ച് കൊന്നു. എന്നാൽ ഹെമിംഗോയുടെ ബോഡി ഇവിടെ നിന്ന് പൂർണ്ണമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മൊഗ്യൂൾ ഹെമിംഗോയുടെ ഒരു വിരൽ കൈ ടച്ച് ചെയ്യാതെ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് റോബർട്ട് അവിടെ നിന്നും ഒരു ഗണ്ണെടുത്ത് മൊഗ്യൂളിനെ വെടിവെക്കും. മൊഗ്യൂൾ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാനായി ആ ഏണി എടുത്തു മാറ്റാനായി ലാറ അവിടെ നിന്ന് ഓടും. ലാറയെ പിടിക്കാനായി മൊഗ്യൂളിന്റെ ആള് പിന്നാലെ തന്നെ ഓടും. എന്നാൽ ഇതേ സമയം ഹെമിംഗോയെ ടച്ച് ചെയ്ത മൊഗ്യൂളിന്റെ രണ്ടാമത്തെ കൂട്ടിയാളിയും സോംബിയായി മാറി. അവൻ റോബർട്ടിനെ അറ്റാക്ക് ചെയ്യാൻ വരുമെങ്കിലും റോബർട്ട് അവനെ വെടിവെച്ച് കൊല്ലും. പക്ഷേ അവന്റെ അറ്റാക്കിൽ റോബർട്ടിന്റെ കൈ മുറിയുകയും റോബർട്ട് സോംബി ആവാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം ലാറയെ പിന്തുടർന്നു പോവുകയായിരുന്ന മൊഗ്യൂളിന്റെ കൂട്ടാളി ലാറയുടെ പിന്നാലെ ഓടി ഒരു ട്രാപ്പിൽ പെട്ട് മരിക്കും. ലാറ അവിടെ നിന്ന് തന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ റോബർട്ട് പറയും എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ ഇഞ്ചേർഡ് ആയി എന്ന്. ലാറ അത് കേട്ട് കരയാൻ തുടങ്ങുമ്പോൾ റോബർട്ട് പറയും മൊഗ്യൂൾ ഹെമിംഗോയുടെ ഫിംഗറും കൊണ്ട് പോയിട്ടുണ്ട്, അവനെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അത് ട്രിനിറ്റിയുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ലോകത്തുള്ള ആളുകളെ എല്ലാവരെയും അവർ ഇത് ഉപയോഗിച്ച് കൊല്ലുമെന്ന് പറയും. മോൾ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ ക്രോഫ്റ്റ് ഫാമിലി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്ന് റോബർട്ട് ലാറയോട് പറയും. ഉടനെ തന്നെ ലാറ മൊഗ്യൂളിനെ പിടിക്കാനായി ഓടും. കാലിൽ വെടികൊണ്ട മൊഗ്യൂൾ ആ ബ്രിഡ്ജ് കടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ലാറ അങ്ങോട്ടേക്കെത്തി മൊഗ്യൂളിനെ തടയുകയും മൊഗ്യൂളിനെ അടിച്ച് പുറത്തേക്കിടുകയും ചെയ്യും. തറയിൽ വീണ ഉടനെ മൊഗ്യൂൾ ലാറയെ അറ്റാക്ക് ചെയ്യുമെങ്കിലും ലാറ ഉടനെ തന്നെ ആ ഏണി എടുത്ത് താഴേക്ക് എറിയും. തനിക്കിനി ഈ ഫിംഗറും കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മൊഗ്യൂൾ ദേഷ്യത്തിൽ ലാറയെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ ഇതേ സമയം അവിടെ നിന്ന് കിട്ടിയ ബോംബെല്ലാം റോബർട്ട് ഹെമിംഗോയുടെ കല്ലറയ്ക്ക് ചുറ്റും സെറ്റ് ചെയ്ത ശേഷം ഹെമിംഗോയുടെ ബോഡിയും തന്നോടൊപ്പം ബോംബിട്ട് തകർത്തു. എന്നാൽ അപ്പോഴേക്കും ലാറ ക്രോഫ്റ്റ് മൊഗ്യൂളിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫിംഗർ എടുത്ത് അയാളുടെ വായിലേക്ക് തന്നെ ഇട്ടു. അതിനുശേഷം ആ കുഴിയിലേക്ക് അവൾ മൊഗ്യൂളിനെ ചവിട്ടി വീഴ്ത്തി. എന്നാൽ അപ്പോഴേക്കും ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. ഇതേ സമയം ലാറ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ കുഴിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് ചാടി. അങ്ങനെ അതിനുള്ളിൽ നിന്നും ഹെമിംഗോയും തകർത്ത് മുകളിലേക്ക് വന്ന ലാറയും കാത്ത് ലൊറനും അവിടെ അടിമകളായിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ അവിടെയുള്ള ഗണ്ണെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരത്തെ മൊഗ്യൂൾ വിളിച്ചു പറഞ്ഞിട്ട് ട്രിനിറ്റിയുടെ ആൾക്കാർ ഹെമിംഗോയെ കൊണ്ടുപോകാനായി ഹെലികോപ്റ്ററുമായി വന്നിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഹെലികോപ്റ്ററിൽ കയറി ലാറ ക്രോഫ്റ്റും ലൊറനും മറ്റുള്ളവരും അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ലണ്ടനിലെത്തിയ ലാറ ക്രോഫ്റ്റ് തന്റെ അച്ഛന്റെ ബിസിനസ് എല്ലാം ഏറ്റെടുക്കും. അതിനുശേഷം തന്റെ പ്രിയപ്പെട്ടവളായ അന്നയെ തന്നെ മാനേജരുമാക്കും. അപ്പോഴേക്കും അഡ്വൈസർ ലാറയുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അവൾക്ക് കൊടുക്കും. അത് കണ്ട് അവൾ അത്ഭുതപ്പെട്ട് നിൽക്കും. ഈ കമ്പനികളൊക്കെ നമ്മുടെ തന്നെയാണോ എന്ന് അഡ്വൈസറോട് ചോദിച്ച ശേഷം അവൾ അന്നയെ ഒന്ന് നോക്കിയ ശേഷം ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയ ശേഷം അവൾ തന്റെ അച്ഛന്റെ സീക്രട്ട് റൂമിലേക്ക് വന്ന് അവിടെ ട്രിനിറ്റി എന്ന് പേരുള്ള ബോക്സ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് കോൺഫിഡൻഷ്യൽ, പാറ്റ്ന എന്നീ 2 കമ്പനികളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പാക്കറ്റ് ഫുഡാണ് മൊഗ്യൂൾ തനിക്ക് തന്നത് എന്ന് ലാറയ്ക്ക് ഓർമ്മ വരും. ഈ പാറ്റ്ന എന്ന കമ്പനി ലാറയുടെ കമ്പനിയാണ്. അപ്പോഴാണ് മൊഗ്യൂൾ സാറ്റലൈറ്റിൽ സംസാരിച്ചത് തന്റെ മാനേജറായ അന്നയോടാണ് എന്ന് ലാറയ്ക്ക് മനസ്സിലാകുന്നത്. ട്രിനിറ്റി ലോകത്തിന്റെ എല്ലായിടത്തും ഉണ്ട് എന്ന് ലാറയുടെ അച്ഛൻ പറഞ്ഞതും അവൾക്ക് ഓർമ്മ വരും. ഉടനെ തന്നെ പണ്ട് തന്റെ ലോക്കറ്റ് കൊടുത്ത ബ്ലാക്ക് മാർക്കറ്റിലേക്ക് ചെന്ന് തന്റെ ലോക്കറ്റ് തിരികെ വാങ്ങിയ ശേഷം ട്രിനിറ്റിയെ അറ്റാക്ക് ചെയ്യാനായി അവിടെ നിന്ന് അവൾ ഗണ്ണും വാങ്ങുന്ന സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.